പ്രതിപക്ഷ നേതാവ് പറഞ്ഞ ആക്ഷേപകരമായിട്ടുള്ള പരാമർശങ്ങൾ ഈ സഭാരേഖകളിൽ ഉണ്ടാകാൻ പാടില്ല. മഹാത്മാഗാന്ധിയുടെ ചിത്രം SFIക്കാരാണ് തകർത്തത് എന്ന് പറഞ്ഞത് ആക്ഷേപകരമായ പരാമർശമാണ്. തകർത്തത് കോൺഗ്രസുകാർ തന്നെയാണ് എന്ന് പോലീസ് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. അത് സഭാരേഖകളിൽ നിന്ന് നീക്കം ചെയ്യാം. അല്ല, അത് മാത്രമല്ല, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ആവർത്തിച്ച് ചെയറിനെ ഭീഷണിപ്പെടുത്തുകയും ചെയറിന് നേരെ ആക്രോശങ്ങൾ നടത്തുകയും ചെയ്യുകയാണ്. സഭയ്ക്കകത്തും സഭയ്ക്ക് പുറത്തും ചെയറിനെ ഭീഷണിപ്പെടുത്താനും സമ്മർദ്ദത്തിലാക്കാനുമുള്ള ശ്രമമാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് നടത്തുന്നത്. അത് എല്ലാ ആളുകളും പാലിക്കേണ്ട ചില മര്യാദകളാണ്. തുടർച്ചയായി ആക്ഷേപങ്ങൾ ചെയ്യുന്നത് ഒരു ജനാധിപത്യ സമൂഹത്തിന് യോജിച്ചതല്ല. ചെയറിന് നേരെ ആക്ഷേപങ്ങൾ ചെയ്യുന്നത്, ചെയറിനെതിരെ നിങ്ങൾക്ക് ആക്ഷേപങ്ങൾ ഉണ്ടെങ്കിൽ ചേംബറിൽ വന്ന് പറയാം. അല്ലാതെ ചെയറിനെതിരെ ആക്ഷേപ സ്വരങ്ങൾ ചൊരിയുന്നത് ഒരു ജനാധിപത്യത്തിന്, ഒരു ഹെൽത്തി ഡെമോക്രസിക്ക് ചേർന്നല്ല എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. കോളിംഗ് അറ്റൻഷൻ ശ്രീ KP കുഞ്ഞമ്മദുട്ടി മാസ്റ്റർ, ബഹുമാനപ്പെട്ട വനം വന്യജീവ വകുപ്പ് മന്ത്രി. സർ, വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായും അപകട ഭീഷണി ഒഴിവാക്കുന്നതിനും പൊതുനിരത്തുകളിലും പൊതുസ്ഥലങ്ങളിലും വൃക്ഷങ്ങൾ മുറിച്ചു മാറ്റുന്നതിനുള്ള നടപടിക്രമങ്ങൾ വനം വകുപ്പും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാൽ നിലവിൽ ഈ ഉത്തരവുകൾ പ്രകാരം വലിയ പ്രയാസങ്ങൾ സംസ്ഥാന വ്യാപകമായി നേരിടുകയാണ്. തദ്ദേശ സ്ഥാപനതല കമ്മിറ്റി ചേർന്ന് മുറിച്ചു മാറ്റേണ്ട മരമേതാണെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ വില നിർണ്ണയിക്കേണ്ടത് വനം വകുപ്പാണ്. വനം വകുപ്പിനോട് വില നിർണ്ണയം നടത്തി തരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമയബന്ധിതമായി ലഭിക്കുന്നില്ല എന്ന ഗൗരവമായ പ്രശ്നമുണ്ട്. വില നിർണ്ണയം നടത്തിക്കഴിഞ്ഞാൽ അത് നാട്ടിലുള്ള വിലയുമായി യാതൊരു പൊരുത്തവുമില്ലാത്തതാണ് എന്ന ഗൗരവമായ വിഷയമുണ്ട്. വില നിർണ്ണയം അനുസരിച്ച് ലേലം ചെയ്ത് കഴിഞ്ഞാൽ എടുക്കാൻ ആളുണ്ടാവില്ല. ഒന്നും രണ്ടും തവണ ലേലം ചെയ്തിട്ടും എടുക്കാതായി മാറുമ്പോൾ കൊട്ടേഷൻ വിളിക്കുകയാണ് പതിവ്. കൊട്ടേഷൻ വിളിച്ചാലും ആളെ കിട്ടില്ല. അതും കഴിഞ്ഞാൽ വെട്ടിമാറ്റി അട്ടിക്കിടണമെന്നാണ് നിലവിലുള്ള നിർദ്ദേശം.